ഇപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയല്ലോ. ഇനി നിങ്ങൾക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്? ഇപ്പൊ ഇനി നമ്മുടെ ഫ്യൂച്ചർ ഓൺലൈൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്റർനാഷണൽ നമ്മൾ കൊറിയേഴ്സ് അയക്കുമ്പോൾ അതിന്റെ ടൈം കുറയ്ക്കുക, അതിന്റെ എക്സ്പെൻസ് കുറയ്ക്കുക, കസ്റ്റമേഴ്സിനെ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഭയങ്കര നല്ല കാര്യമായിരിക്കും. നല്ല കാര്യമാണെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, പോസ്റ്റിലാണ് നമ്മളും ചെയ്യുന്നത്. കെ ഷോപ്പി കേട്ടിട്ടുണ്ടെങ്കിൽ കെ ഷോപ്പി കേട്ടവരൊന്ന് കൈപോക്കി. കെ ഷോപ്പി 1, 2, 3, 4 ഇത് ഗവൺമെന്റിന്റെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കെ ഷോപ്പി. ഇപ്പൊ നല്ല നല്ല പുതിയ ബ്രാൻഡുകൾ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. ഈ ഷർട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദിസ് ഇസ് ഖാദി. ഖാദിയുടെ പുതിയ ബ്രാൻഡ് ഷർട്ടാണ് കേരള ഖാദി. ഹാൻഡെക്സ് പുതിയ ഷർട്ടുകളുണ്ട്, കൊയർ ഉൽപ്പന്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ കെ ഷോപ്പി വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പൊ ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിയുന്ന വനിതാ സംരംഭകരുടെ സാന്നിധ്യം നിങ്ങളുടെ സംരംഭമാണ് നാടിന്റെ ഭാവി എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. നമ്മൾ 1000 പേരെയാണ് വിളിക്കാൻ ഉദ്ദേശിച്ചുള്ളൂ. 1000-ൽ അധികമായി എന്നാണ് ഇപ്പൊ തന്നെ രജിസ്ട്രേഷൻ പറയുന്നത്. ഇതൊരു വെറും സംഗമമല്ല. ഇതോടൊപ്പം തന്നെ സെഷനുകൾ ഒരെണ്ണം നടന്നു കഴിഞ്ഞു. രാവിലെ തന്നെ ഇവിടെ എത്തിയെങ്കിലും നിയമമന്ത്രി എന്ന നിലയിൽ 2 പ്രധാനപ്പെട്ട യോഗങ്ങളിൽ, മുഖ്യമന്ത്രി വിളിച്ച യോഗങ്ങളിൽ ഓൺലൈനായി പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പുറത്തുണ്ടായിരുന്നെങ്കിലും നിങ്ങളോട് സമയത്ത് തന്നെ ഇങ്ങോട്ട് മാറാൻ കഴിയാതെ പോയത്. കേരളം ഇപ്പോൾ വ്യവസായം നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരിടമാണെന്ന് അപൂർവം മലയാളികൾ ഒഴികെ ബാക്കി എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ എത്ര വിചാരിച്ചാലും മാറ്റാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ടായിരിക്കും. ഇപ്പോൾ സംരംഭക വർഷം നമ്മൾ ആരംഭിച്ചപ്പോൾ 1 വർഷം 1 ലക്ഷം സംരംഭം. ആദ്യം ആലോചിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനത്തിന് തന്നെ സംശയം ഉണ്ടായിരുന്നു. ഒരു 50,000 പറഞ്ഞാൽ മതിയില്ലേ? 50 പറഞ്ഞൊരു 30 ആയാൽ തന്നെ ടാർജറ്റായി. കാരണം നമ്മുടെ സാധാരണ അങ്ങനെയാണല്ലോ, ടാർജറ്റിന് അടുത്തേക്ക് എത്താറില്ല. എന്നാൽ ഒന്ന് പറഞ്ഞു നോക്കാം എന്ന മട്ടിലാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നീങ്ങിയത്. നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ട്രെയിനിങ്, നമ്മുടെ സംവിധാനം, അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, താഴെ തലങ്ങളിൽ ലോക്കൽ ബോഡികളിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ഓഫീസേഴ്സ്, അങ്ങനെ ഒരു നെറ്റ്വർക്കിംഗ് നന്നായി തന്നെ അതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ തയ്യാറെടുപ്പുകളോട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ 6 മാസം കൊണ്ട് നമുക്ക് 1 ലക്ഷം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയും. അതിൽ 31% വുമൺ ഓൺട്രപ്രനേഴ്സ് ആണ് എന്നതാണ് ഏറ്റവും പ്രധാന സവിശേഷത. ഇപ്പോൾ 3 വർഷം പിന്നിട്ടപ്പോൾ 3.5 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങളായി. അപ്പൊ ചിലർ പറഞ്ഞത് ഉദ്യം രജിസ്ട്രേഷൻ ഇപ്പോൾ മാറ്റം വന്നല്ലോ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഉദ്യം രജിസ്ട്രേഷന്റെ കണക്കെടുക്കുകയുണ്ടായി. നമ്മൾ തുടങ്ങുമ്പോൾ 2021 കേരളത്തിൽ 85,000 രജിസ്ട്രേഷൻ. അന്ന് ഞാൻ 15.5 ലക്ഷം എന്നാ പറഞ്ഞു. അപ്പൊ തന്നെ പ്രകാശോ മറ്റോ ആരോ ഒരു കണക്ക് തന്നു, അത് 16.5 ലക്ഷം സംരംഭങ്ങൾ അപ്പൊ കേരളത്തിൽ. അപ്പോൾ 85,000 16,85,000 സംരംഭങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോൾ 16 lakhs രജിസ്ട്രേഷനിൽ മാറ്റം ഉണ്ടായി ഈ 4.5 വർഷം കൊണ്ട്. എന്നാൽ പുതിയ സംരംഭങ്ങളല്ല, ചിലത് ഇൻഫോർമൽ MSME നിർവചനത്തിൽ വന്നു, ട്രേഡ് ആയിരിക്കാം, രജിസ്റ്റർ ചെയ്യാത്തതായിരിക്കാം, അതെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. 3.5 ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും സംരംഭങ്ങൾ നടത്തുന്നവരാണല്ലോ. എന്താ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തെ കുറിച്ച്? കൊള്ളാം എന്ന് പറയുന്നവർ ഒന്ന് കൈപൊക്കി. മിക്കവാറും 100% കൊള്ളാം എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായതിൽ നിന്ന് കുറെ പേര് പുതിയ ആളുകളുണ്ട്, പുതിയ സംരംഭകർ, കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് വന്ന പുതിയ സംരംഭകർ. അപ്പോ മെജോറിറ്റി ന്യൂ ഓൺട്രപ്രനേഴ്സ് ആണ്. പഴയ സംരംഭകർ ഒന്ന് കൈപൊക്കി. കുറച്ച് കാലമായി 10-20 കൊല്ലമായി നടത്തുന്നവർ കുറച്ചേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ട്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? നേരത്തെ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ? പഴയ ഓൺട്രപ്രനറാ? പുതിയതല്ലേ? അല്ല, പുതിയ ആളാണോ പഴയ ആളാണോ? 5 year മോശമല്ല. കുറെ കൂടി സ്ത്രീ സൗഹാർദ്ദമായി. മൊത്തത്തിൽ സംരംഭകത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷം. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ ഇനി ഒരു കുറവ് പറയാനുള്ളത്? എന്താ ഇനി വേണ്ടത്? രണ്ടാമതിരിക്കുന്ന ആൾ ബൈക്കില്ലേ വന്നു, ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോ അതിപ്പോഴേ വന്നു കഴിഞ്ഞു. അതാണ് കേരള ബ്രാൻഡ്. ഒന്ന്, എത്തിക്കൽ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ടാവും. ആദ്യം നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു, ഇനി 10 എണ്ണം കൂടി ഇപ്പോൾ കൊടുക്കും അല്ലേ വിഷ്ണു? 10 എണ്ണം പുതുതായിട്ട് കൊടുക്കും ഉൽപ്പന്നങ്ങൾ. അതിൽ വുമൺ % കൂടി ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു പാരാമീറ്റർ. സ്ത്രീ തൊഴിലാളികൾക്കിടയിൽ സ്ത്രീ പങ്കാളിത്തല്ലേ? എത്തിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, ക്വാളിറ്റി പാരാമീറ്റേഴ്സ്. ക്വാളിറ്റി പാരാമീറ്റേഴ്സ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള
ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന്റെ ക്ലിയറൻസസ് ഉണ്ടോ, റെഗുലേറ്ററി ബോഡീസിന്റെ ഉണ്ടോ. സെക്കൻഡ് പാർട്ട് എത്തിക്കലാണ്. അതിലൊരു മാനദണ്ഡം, ക്രൈറ്റീരിയ, തൊഴിലാളികളിൽ എത്ര ശതമാനം സ്ത്രീകളുണ്ട്, പിന്നെ പല വേലയില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്മ. നിങ്ങൾ പരസ്യം കാണുന്നില്ല, ചിലർ ഒരാൾ നടന്നു പോകുമ്പോൾ നുണ പറയുമ്പോൾ തേങ്ങ തലയിൽ വന്ന് വീഴുന്നത് കാണുന്നില്ല. അപ്പൊ നന്മ വേറെ ഉണ്ട് ഗവൺമെന്റിന്റെ. അത് ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ് കേരള ബ്രാൻഡ്. പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ ഇടയുള്ള ഒരു ബുദ്ധിമുട്ട് പുറകിൽ നിന്നും വരുന്നുണ്ട്, സ്കെയിലിംഗ് അപ്പ്. ഒരു ബുദ്ധിമുട്ടില്ല. മിഷൻ 1000 ഉണ്ട്, വലുതാണ്. ഇപ്പൊ ഞങ്ങൾ ഒരു പുതിയത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ഇപ്പൊ അത് ഫൈനൽ സ്ട്രക്ചേർഡ് ഫോമിലേക്ക് എത്താണ്. മിഷൻ 10,000 നിങ്ങളുടെ ചെറിയ ടേൺ ഓവർ ആയിരിക്കും. 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം ഒക്കെ ചെറുതായിരിക്കുമല്ലോ. നാനോ 1 കോടി ടേൺ ഓവറിലേക്ക് മാറ്റുക. അതിന് 10,000 ചെറിയ സംരംഭങ്ങളെ 1 കോടി ടേൺ ഓവർ ഉള്ളതിലേക്കാക്കി മാറ്റും. അതിൽ വിഷ്ണു 50% വുമൺ ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും. നിങ്ങൾ അതിന് അപേക്ഷ കൊടുത്ത് കാര്യങ്ങൾ നോക്കിക്കൊള്ളണം. നിങ്ങൾക്ക് ആവശ്യമായ പിന്തുണ നൽകും. മറ്റ് സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ സോഷ്യൽ ഫാക്ടേഴ്സ് നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ മതി. SC, ST, മൈനോറിറ്റി ഒക്കെ വേണമല്ലോ. അത് സ്ത്രീകൾക്കുള്ളിലും അങ്ങനെ എടുത്താൽ മതി. സ്ത്രീകളുടെ 50% അതിനകത്ത് ഈ പറയുന്ന കാറ്റഗറിയെല്ലാം അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ മിഷൻ 1000 എന്ന് പറഞ്ഞാൽ അതിലും വലിയ സംരംഭകരുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. ഇവിടുന്ന് പുറകിൽ നിന്ന് സ്കെയിലിംഗ് അപ്പാണ് അദ്ദേഹം പറയുന്നത്. മിഷൻ 1000 എന്ന് പറഞ്ഞാൽ 1000 സംരംഭങ്ങൾ 100 കോടി ടേൺ ഓവർ ഉള്ളതാക്കി, ശരാശരി 100 കോടി ടേൺ ഓവർ ഉള്ളതാക്കി മാറ്റുക. 1000 × 100 കോടി എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി ടേൺ ഓവർ ഉള്ള 1000 സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാവുക. അതിലിപ്പോ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി 444 തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ട്രാൻസ്പെറന്റ് ആണ്. നിങ്ങൾക്ക് മാർക്ക് എത്ര കിട്ടുമെന്ന് അറിയാം. 60 മാർക്സ് കിട്ടിയാലാണ് അല്ലേ? 60 മാർക്സ് കിട്ടിയാൽ എലിജിബിൾ ആയിരിക്കും. ചിലപ്പോൾ 60 കോടി ഉള്ളത് 90 കോടി ആക്കാം, 100 ആകണമെന്നില്ല. 120 കോടി ഉള്ളത് ഇപ്പൊ 100 കഴിഞ്ഞു, 120 ഉള്ളത് 150 ആക്കാം. ആവറേജ് 100 crore ആണ്. അപ്പോൾ അത് സ്കെയിലിംഗ് അപ്പാണ്. ചെറിയ യൂണിറ്റുകൾക്ക് ഇപ്പോൾ ഈ പ്ലാനോട് കൂടി ഞങ്ങൾ മിഷൻ 10,000 കൂടി അവതരിപ്പിക്കും. യഥാർത്ഥത്തിൽ മിഷൻ 10,000 തന്നെ വേണോ എന്ന് കൂടി നമുക്ക് ആലോചിക്കാം. കാരണം ഇത്രയധികം പുതിയ സംരംഭങ്ങൾ ഉണ്ടല്ലോ. അതിലൊരു കാറ്റഗറൈസേഷൻ നടത്തി വേണമെങ്കിൽ മിഷൻ 1 lakh ആക്കാം. നിങ്ങൾ 1 കോടി ടേൺ ഓവർ ഉള്ളതല്ലേ ആക്കാം. അത് ഞങ്ങൾ ചർച്ച ചെയ്യാം എങ്ങനെയാന്നുള്ളത്. ഞാൻ ഇത്രയും ആളുകൾ ആവേശഭരിതമായി വരുമ്പോൾ ഗവൺമെന്റ് ഒന്നും കൂടിയും നോക്കണ്ടേ. അത് നിങ്ങളത് വർക്ക് ചെയ്യാം. നമുക്ക് ഫിനാൻഷ്യലായിട്ട് അധികം ഇത് കൊടുക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് സപ്പോർട്ട് നടക്കുക, സ്കെയിലിംഗ് അപ്പ്. ഞാൻ സ്കെയിലിംഗ് അപ്പ് അല്ല പറയാൻ ഉദ്ദേശിച്ചത്. പുറകിൽ നിന്ന് ഒരു മർമ്മരം വന്നുകൊണ്ട് സ്കെയിലിംഗ് അപ്പിലേക്ക് കയറിയതേ ഉള്ളൂ. പറയാൻ ഉദ്ദേശിച്ചിരുന്നു ഈ ഘട്ടത്തിലല്ല, മറ്റൊരു സന്ദർഭത്തിലാണ്. 3ാമത്തെ പ്രശ്നം നിങ്ങൾ നേരിടുന്നത് എന്താ? ഒരു പ്രശ്നമില്ലായിരിക്കില്ലല്ലോ. എന്താ ഉറക്കം വരുന്നാണെന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങരുത് വ്യവസായത്തിൽ. ഉറങ്ങാൻ പാടില്ല. നമ്മളെപ്പോഴും സംരംഭകർ എപ്പോഴും ഉണർന്നിരിക്കുന്നവരായിരിക്കണം. നമ്മുടെ എക്സിബിഷൻസിൽ മാത്രം നമ്മുടെ ചെറുകിട സംരംഭകരായാലും സ്ത്രീ സംരംഭകരുടെയും പ്രോഡക്റ്റുകൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടുന്ന് കുറച്ചും കൂടി അവരുടെ മാത്രം പ്രോഡക്റ്റുകളെ ഒരിക്കൽ ഇപ്പൊ നന്മ പോലെയുള്ള ബ്രാൻഡിൽ നമുക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലെ എക്സിബിഷനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ സപ്പോർട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ തന്നെ നമ്മുടെ എക്സിബിഷനുകളിൽ നിങ്ങൾ പോകുന്നതിൽ ഗവൺമെന്റ് അതിന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. നമ്മുടെ സ്കീമുണ്ട്. ആ സ്കീമിൽ ആരാ നോക്കുന്ന? ഡയറക്ടറേറ്റിൽ ആരാ? എത്ര? എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും നമുക്ക് ഒന്നിച്ചുകൊണ്ട് ഒരു മാനദണ്ഡം വയ്ക്കേണ്ടി വരും. എപ്പോഴും മാനദണ്ഡം ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ളൂ. നമുക്കിപ്പോ ജ്യോതിയെ കൊണ്ടുപോകണം കിട്ടേണ്ടതാണെങ്കിൽ വിമലെ കൊണ്ടുപോകാൻ പാടില്ല. കിട്ടേണ്ട ജ്യോതിക്കാണെങ്കിൽ ജ്യോതി പോയിക്കൊള്ളണം. പക്ഷെ അതില് നിങ്ങൾ ഈ ഇത് കഴിയുമ്പോഴേക്കും എത്ര % വുമൺ ഓൺട്രപ്രണേഴ്സിന് അവസരം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞൊരു പ്രശ്നമാണല്ലോ, എത്ര % കിട്ടി? അത് ആനുപാതികമല്ല എങ്കിൽ എന്താണ് ആനുപാതികമാക്കാൻ ചെയ്യേണ്ടത്? അത് നമുക്ക് പരിശോധിക്കാം. എന്തായാലും നമ്മുടെ എക്സ്പോർട്ട് പോളിസി ഇപ്പോൾ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. MSMEകൾക്കുള്ള വിദേശ എക്സിബിഷനിൽ പങ്കെടുക്കാനും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള പിന്തുണയും സർക്കാർ ഈ പോളിസിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും പ്രത്യേകമായൊരു ഹഡിൽസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തുല്യമായ പരിഗണന കിട്ടാതെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിന്റെ ഭാഗമായി ആ പ്രശ്നത്തിനും പരിഹാരം കാണാം. പക്ഷെ എക്സ്പോർട്ട് അല്ലല്ലോ നമ്മുടെ പ്രധാനം. നമ്മുടെ വിൽപ്പന എവിടെയാണ്? ഡൊമസ്റ്റിക് മാർക്കറ്റില്ലേ. അതിന് ഇപ്പൊ കെ സ്റ്റോർ വഴി വെക്കുന്ന എത്ര പേരുണ്ട്? 1, 2 കെ സ്റ്റോർ, 3, 4 പേരേ ഉള്ളൂ. നമ്മളും വ്യവസായ വകുപ്പും പൊതുവിതരണ വകുപ്പും തമ്മിൽ ഒരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. ആ പ്രദേശത്തുള്ള ഉൽപ്പന്നങ്ങൾ കെ സ്റ്റോർ വഴി വിൽക്കാം. ഇപ്പോ 1 വർഷം തികയുന്നതിന് മുൻപ് കെ സ്റ്റോറിലൂടെ MSMEകളുടെ 30 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു കഴിഞ്ഞു.
റേഷൻ കടയുടെ ഭാഗമായിട്ടുള്ള കേസ് 30 കോടിയുടെ. അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് അറിയാത്തവരൊന്ന് കൈപോക്കിയേ. അപ്പൊ വകുപ്പ് കുറെ കൂടി എത്താനുണ്ട്. ഇവര് ജനങ്ങളിലേക്ക് നന്നായി എത്തി എന്ന് പറഞ്ഞാലും കുറെ കൂടി എത്താനുണ്ട്. നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ട്, എല്ലാവരും ഇത് അറിയുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ഒന്ന്. അപ്പൊ അതിൽ ഈ എക്സ്പോർട്ടിന്റെയാണ് ഇപ്പോ ഡയറക്ടർ നൽകിയത്. അതിൽ ഇപ്പൊ നമ്മുടെ റാമ്പിന്റെ ഭാഗമായിട്ടുള്ള സ്കീം വരുന്നത് 3,48,00,000 നിങ്ങൾക്ക് കേരള ബ്രാൻഡ് പ്രൊമോഷൻ, അതിൽ എക്സിബിഷന് പങ്കെടുക്കാൻ ഉൾപ്പെടെ അതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ആനുപാതികമായ വിഹിതം സ്വാഭാവികമായിട്ടും വുമൺ ഓൺടർപ്രണേഴ്സിനും ലഭിക്കുമെന്നാണ് അറിയിക്കാനുള്ളത്. അപ്പൊ സ്റ്റോർ ഒരു സാധ്യതയാണ്, അത് നിങ്ങൾ ഭൂരിപക്ഷം പേരും അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് നന്നായി ഉപയോഗിക്കുക. നമ്മുടെ റാമ്പിന്റെ ആളുകളുണ്ടല്ലോ, അവരോട് പറയണം ഈ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ തുടർച്ചയായി നിങ്ങൾ എല്ലാ തദ്ദേശ സ്വയംഭരണ അടിസ്ഥാനത്തിലും ഒരു ദിവസം വുമൺ ഓൺടർപ്രണേഴ്സിനെ വിളിക്കണം. വുമൺ ഓൺടർപ്രണേഴ്സ്, എന്നിട്ട് അവരിപ്പോ ഇവര് പറയുന്നതിനേക്കാളും കുറെ പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും, ഇത് അവരിലേക്ക് എത്തിക്കണം. അത് ഒരു സ്കീം നമുക്ക് അത് ആലോചിക്കാം. എല്ലാവർക്കും കുറെ കൂടി ഡീസെൻട്രലൈസ് ചെയ്ത് താഴോട്ട് പോയി ഇനിയും സ്റ്റോർ വഴി എങ്ങനെ വിപണനം. നിങ്ങൾ എത്ര പേർ GST റിട്ടേൺ കൊടുക്കുന്നുണ്ട്? കൈപോക്കി നല്ല ശതമാനം ഉണ്ട്. ഉദ്യം രജിസ്റ്റർ ചെയ്യാത്ത ആളുകളൊന്ന് കൈപോക്കിയേ. ഉദ്യം രജിസ്ട്രേഷൻ ഇല്ലാത്തവർ എല്ലാവരും ഉണ്ട്. ഒരാളേ ഉള്ളൂ, നിന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം. ഇത് ഇവിടെ വെച്ച് തന്നെ സൗകര്യം കൊടുക്കണം. ഇവിടെ വിഷ്ണു ഉദ്യം രജിസ്ട്രേഷന്റെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്, സ്റ്റോളുണ്ട്. അപ്പോൾ സ്റ്റോളിൽ പോകണം, രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ ഓൺലൈൻ വഴി വിപണനം നടത്തുന്നവരെത്രയുണ്ട്? അപ്പോൾ മോശമല്ല, മിക്കവാറും പക്ഷെ ഫേസ്ബുക്ക് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാ അല്ലേ, എന്നിട്ട് വാട്സപ്പ് നമ്പറും കൊടുക്കും. കുറെ കൂടി നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം ടെക്നോളജി. അത് നിങ്ങളുടെ ക്ലാസ് ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒരു ക്ലാസ് ടെക്നോളജി സെന്റേഡ് മാനുഫാക്ചറിങ് മാത്രമല്ല മാർക്കറ്റിംഗും. ഇത് ടെക്നോളജി സെന്റേഡ് മാനുഫാക്ചറിങ് ആണ് ഇന്നിവിടെ ഇനി നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ മാർക്കറ്റിംഗ് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ കഴിയും. ഇപ്പോൾ ഗവൺമെന്റ് വിപ്ലവകരമായ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്ന്, നിങ്ങളുടെ വീട് കൂടുതൽ വലിയ സന്തോഷമായിരിക്കും. പിന്നെ ഇത് തൂത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ അന്ന് എണീക്കേണ്ടെന്ന് തോന്നും. 2,000-2,500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ആവറേജ് നോക്കിയാൽ കേരളത്തിൽ 2,500 സ്ക്വയർ ഫീറ്റ് ചെറിയ വീടുണ്ടാവും. ആവറേജ് നോക്കിയാൽ ഇത് എത്ര സ്ഥലം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? അടുക്കള എപ്പോഴും സജീവമായിരിക്കും, ഒരു ബെഡ്റൂം, ബാക്കി ഓരോരുത്തർക്കും ബെഡ്റൂം ഉണ്ടാവും. കുട്ടികളങ്ങ് പോയി, പിന്നെ അത് വെറുതെ കിടക്കുകയാണ്. മുകളിലേക്ക് കയറിയിരിക്കാൻ നമ്മൾ വിചാരിക്കുക, പക്ഷെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റെപ്പ് കയറുന്നതിനെ കുറിച്ച് ആലോചിച്ച് പിന്നെ മുകളിലേക്ക് കയറുന്നതിന്റെ എണ്ണം കുറേ ആളുകളുടെ. ഒന്ന് അത്. 2, ലോകത്തിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹോം മേക്കേഴ്സ് ഉള്ള സ്ഥലമാണ് കേരളം. ബിടെക് വീട്ടമ്മ, MBA വീട്ടമ്മ, IT MCA വീട്ടമ്മ, MBA വീട്ടമ്മ. അവരെന്ത് ചെയ്യുന്നു? രാവിലെ എഴുന്നേൽക്കുന്നു. ചിലരാണെങ്കിൽ കുട്ടികളെ വിടാനുള്ള തിരക്ക്, ഉള്ളിച്ചമ്മന്തി വേണോ മാങ്ങ ചമ്മന്തി വേണോ എന്ന ഉത്കണ്ഠ. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. ചിലർക്ക് ജോലി കിട്ടും. ഇവിടെ ഇരിക്കുന്ന പുതിയ ജനറേഷൻ അല്ല കേട്ടോ, അവർ പിന്നെ അവരുടെ കാര്യം നോക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തുള്ള ഒരു ജനറേഷൻ ജോലി കിട്ടി, സന്തോഷമായി. പക്ഷെ അപ്പോഴേക്കും ആലോചന തുടങ്ങി. ജോലി എന്ന് ഉറപ്പിക്കുമ്പോഴേക്കും കല്യാണമായി. കുറച്ച് കഴിയുമ്പോഴേക്കും ആദ്യത്തെ കുഞ്ഞു വന്നു. അപ്പൊ പോണോ വേണ്ടേ എന്നുള്ള ഉത്കണ്ഠയായി. കുറച്ച് കഴിയുമ്പോൾ അടുത്ത കുട്ടിയായി. അപ്പൊ പിന്നെ ജോലി ഉപേക്ഷിച്ചു. കുഞ്ഞിന് നോക്കാൻ ബാക്കി വീട്ടിലെ കാര്യം കഴിഞ്ഞിട്ട് സമയമില്ല. നമ്മുടെ ഒരു ഘടന അങ്ങനെയാണല്ലോ, കുടുംബഘടന. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ അങ്ങ് വളർന്നു വലുതായി. പിന്നെ സമയം എന്ത് ചെയ്യും? രാത്രിയും ഉച്ചയ്ക്കും ചില കാര്യങ്ങൾ തരുന്നോണ്ട് കുറച്ച് ആശ്വാസം. രാത്രിയും കണ്ടു തന്നെ ഉച്ചയ്ക്ക് ഇരുന്ന് കാണാം. ബാക്കി സമയം എന്ത് ചെയ്യും? അപ്പൊ ഈ കുറെ കഴിയുമ്പോൾ ഇവര് പഠിച്ചത് ശരിക്കും ക്രിമിനൽ കുറ്റാണ്. ഇപ്പൊ കേരളവർമ്മ എന്നൊരു കുട്ടി MA പഠിച്ചു, ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞു, അല്ല അന്നത്തെ പ്രീ-ഡിഗ്രിയും കഴിഞ്ഞു. ആ തലമുറയാണ് ഈ പ്രശ്നം നേരിടുന്നവർ. ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. എക്സ്ചക്കറിന് എത്ര പണം ചെലവഴിച്ചു? എന്നിട്ട് എന്ത് ചെയ്യുന്നു? സമ്പദ്ഘടനയ്ക്ക് എന്തെങ്കിലും സംഭാവനയുണ്ടോ? ശരിക്കും ക്രിമിനൽ കുറ്റമാകേണ്ടതാണ്. IPC CRPC പ്രകാരം ഒന്നും അല്ലെങ്കിലും ശരിക്കും അവരുടെ കുഴപ്പമല്ല, നമ്മുടെ ഘടനയുടെ കുഴപ്പമാണ്. ഇപ്പൊ അവർക്ക് ജോലി ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ പഴയ BCom വെച്ചിട്ട് ഇപ്പോ അക്കൗണ്ടിങ് പറ്റില്ല. ടാലി വന്നു, പുതിയ സോഫ്റ്റ്വെയറുകൾ വന്നു. അപ്പൊ ഗവൺമെന്റ് ഇപ്പോ ചില തീരുമാനങ്ങൾ എടുത്തു. നിങ്ങളുടെ വീടിന്റെ 50% നിങ്ങൾക്ക് സംരംഭങ്ങൾ നടത്താം. നേരത്തെ ലൈസൻസ് കിട്ടില്ല. ഇപ്പോ പുതിയ ചട്ടം ഭേദഗതി ചെയ്തു. 50% വീടുകളിൽ നിങ്ങൾക്ക് സംരംഭം നടത്താം. അപ്പൊ ഇപ്പുറത്തും അപ്പുറത്തുള്ള ആളുകൾ, ഈ വീട്ടിൽ BCom ഉണ്ട്, അപ്പുറത്തൊരു MCom ഉണ്ട്, വെറുതെ ഇരിക്കുകയാണ്. ഒരു 4 കമ്പ്യൂട്ടർ വാങ്ങിച്ചോ, ഞങ്ങൾ അപ്സ്കിൽ ചെയ്യാം. ഇപ്പൊ വിജ്ഞാന കേരളം എന്നൊരു മിഷൻ ഉണ്ട്. ഇന്നലെ ഇവിടെ സ്കിൽ പൂരുണ്ടായിരുന്നു തൃശ്ശൂർ. ഇന്നത്തെ കാലത്തിനനുസരിച്ച് അപ്സ്കില്ലിങ് അത് ഗവൺമെന്റ് ചെയ്യും. നിങ്ങൾക്ക് എന്നിട്ട് പല ജോലിയും സിസ്റ്റം വെച്ച് ചെയ്യാം.
അല്ലെങ്കിൽ 2 മെഷീൻ വെച്ചോ, 3-4 തയ്യൽ മെഷീൻ. ഞാൻ നെന്മാറെ പോയപ്പോൾ 10,000 സ്ത്രീകൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഏകദേശം കട്ട് ചെയ്ത് കൊടുക്കും, സ്റ്റിച്ച് ചെയ്യും, തിരിച്ചു കൊടുക്കും, മെഷീൻ ഫ്രീ ആണ്. അപ്പൊ എല്ലാ വീടുകളിലും ഒരു സംരംഭം പറ്റും. ഇനി ഇത് വേണ്ട, നിങ്ങൾ കൂണ് വളർത്തിക്കോ, പ്രത്യേക ലൈസൻസ് വേണ്ട. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഒരു പരിപാടി നടത്തി കൂണൊക്കെ അങ്ങ് വ്യാപിപ്പിച്ചപ്പോൾ ഒരു കൂണ് വിളവെടുക്കാൻ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് കിട്ടുന്നുണ്ട്? തരക്കേടില്ലെന്ന് വെച്ചാൽ 35,000 രൂപ മാസം ലാഭം കിട്ടുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ 35,000 നോക്കും. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ ചന്ദ്രലേഖ എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ട്, അവർക്ക് 1.5 ലക്ഷം രൂപ മാസം കിട്ടുന്നുണ്ട്. കൂണ് മാത്രം നടത്തിയിട്ട് പാക്ക് ചെയ്യുന്നു. വാല്യൂഡേഷൻ ഇല്ലാതെ. വാല്യൂഡേഷൻ ഇപ്പൊ സാധ്യമാണ്. ഒരു വീട്ടിൽ ഒരു സംരംഭം എന്നുള്ളത് എളുപ്പത്തിൽ നടപ്പാക്കാം. ഇനി നിങ്ങളുടെ പ്രദേശത്ത് ഒരു വീട് ഒഴിഞ്ഞു കിടക്കുന്നു, ആരുമില്ല, വാടകയ്ക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ നിൽക്കുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന വീടാണെങ്കിൽ 100% സംരംഭം നടത്താൻ സർക്കാർ ലൈസൻസ് നൽകും. ഇപ്പൊ അവിടെയുള്ള ആൾ വെച്ചാൽ മതി, അത് എടുക്കാം. നേരത്തെ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് കൊടുക്കില്ല അവിടെ, ഇപ്പോൾ 100% ഉള്ളിടത്തും കൊടുക്കാൻ പറ്റും നമുക്ക്. ഇതാണ് മാറ്റം. അപ്പോൾ നിങ്ങൾ ഇപ്പൊ നമ്മൾ പാലക്കാട് മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റി വരുന്നു, ഒരു കാച്ച്മെന്റ് ഏരിയ വരും. പണ്ട് നദികൾ ഒഴുകും, നദികൾക്ക് ചുറ്റും ഒരു കാച്ച്മെന്റ് ഏരിയ ഉണ്ടാവും, കൃഷിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു സ്മാർട്ട് സിറ്റി വന്നാൽ, ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി വന്നാൽ അതിന് ചുറ്റും ഒരു കാച്ച്മെന്റ് ഏരിയ വരും, ഒരു വലിയ യൂണിറ്റ് വരുന്നു. ചെറിയ കമ്പോണൻസ് വേണം, വീട്ടിലുണ്ടാക്കാം. നിങ്ങൾ ചൈനയിലെ വ്യവസായ വിപ്ലവത്തിന്റെ ചിത്രത്തിൽ മിക്കവാറും എല്ലാ വീട്ടിലും ഒരു ചെറിയ ഇൻഡസ്ട്രി ഉണ്ടാവും. ഒരു ഭാഗം അങ്ങനെയായിരിക്കും, വീട്ടിലാളുകൾ തന്നെയായിരിക്കും ജോലി ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയും, പ്രൊഡക്റ്റിന്റെ വില കുറയും, കോമ്പറ്റീറ്റീവ് ആവും, മാർക്കറ്റിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന രൂപത്തിൽ വിൽക്കാൻ കഴിയും. ഇത് വലിയ മാറ്റം ഇപ്പോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ മാറ്റങ്ങൾ ഉണ്ടോ? ഒന്ന് കൈവയ്ക്ക് അറിഞ്ഞവർ. അപ്പൊ ബാക്കി എല്ലാവരും പറഞ്ഞല്ലോ, ഇനി അങ്ങ് ഇറങ്ങിക്കോളൂ. ക്ലിയർ ആകുന്നില്ല. പഞ്ചായത്തിൽ വീടുകളിൽ സംരംഭം നടത്താനുള്ള പുതിയ ചട്ട ഭേദഗതി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണോ? തല കുലുക്കുന്നതിന് രണ്ടർത്ഥമുണ്ട്. നന്നായി അറിഞ്ഞു എന്നാകാൻ അറിഞ്ഞില്ല. അപ്പൊ ഭൂരിപക്ഷം പേര് അറിഞ്ഞിട്ടില്ല. എന്നാൽ നിയമസഭയിൽ ഇപ്പൊ നടക്കുന്ന ബഹളവും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടല്ലോ, പ്രശ്നങ്ങൾ. ഇതാണ് നമ്മുടെ ഒരു കുഴപ്പം. ഇപ്പോ ഞങ്ങൾ ഈ നിയമസഭയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് നിയമങ്ങൾ പാസ്സാക്കി. ഏക കിടപ്പാട സംരക്ഷണ നിയമം ആദ്യമായിട്ടാണ്. വെച്ചാൽ ഒരു പാവപ്പെട്ട ദരിദ്രമായ ഒരാൾ 10 സെന്റ് സ്ഥലമുണ്ട് ഗ്രാമത്തിൽ, 5 ലക്ഷം വായ്പ എടുത്തു, പെട്ടെന്നൊരാൾക്ക് ക്യാൻസർ വന്നു, തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല, കുടിശ്ശികയായി, 10 ലക്ഷം വരെ എത്തി നിൽക്കുന്നു, ജപ്തിയായി. നമ്മൾ മന്ത്രി എന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, കോടതി ഉത്തരവായിരിക്കും. എന്ത് ചെയ്യും? സർഫാസി നിയമമാണ്. സർഫാസി 1 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ വായ്പ ഒരേപോലെയാണ്. 1 ലക്ഷം കോടി എടുത്താലും 1 ലക്ഷം എടുത്താലും ഒരേപോലെയാണ്. നമുക്ക് അധികാരമില്ല നിയമം ഭേദഗതി ചെയ്യാൻ. ഇപ്പൊ നമ്മളൊരു പുതിയ നിയമം, ഈ നിയമം ഞാൻ അവതരിപ്പിക്കേണ്ട സഭയിൽ പാസാക്കി. ഗവൺമെന്റ് ഒരു നിധി ഉണ്ടാക്കുന്നു. ആ ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുക്കും. വിൽഫുൾ ഡിഫോൾട്ടർ ആവാൻ പാടില്ല. തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ കുടിശ്ശികയായതും, അത് സംരംഭങ്ങൾ ഉൾപ്പെടെയുണ്ട്. ചെറിയ സംരംഭങ്ങളാകാം, കൃഷിയാകാം, വീടാകാം, വായ്പ എടുത്തു. നഗരത്തിൽ 5 സെന്റ്, ഗ്രാമത്തിൽ 10 സെന്റ്, 3 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനമില്ലാത്ത ആളുകൾ തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ കുടിശ്ശിക വന്നു ജപ്തിയിലേക്ക് എത്തിയാൽ ഗവൺമെന്റ് ഒരു നിധി ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇവർക്ക് ഡോക്യുമെന്റ്സ് തിരിച്ചെടുത്ത് കൊടുക്കും. ഓൺലി 1 ടൈം, ഒരു ജീവിതത്തിൽ ഒരു തവണ മാത്രം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായ മറ്റൊരു നിയമം ഇപ്പോൾ പാസ്സാക്കി. നിങ്ങൾ അധികം അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾ ഓഫീസിൽ, വ്യവസായത്തിന്റെ ഓഫീസ് തന്നെ ആകട്ടെ, ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണം. എത്ര ദിവസം കൊണ്ട് കിട്ടണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? DICയിൽ ഉൾപ്പെടെ നോട്ടിഫൈ ചെയ്തതിന്റെ എണ്ണം കുറവാണ്. ഇനി നോട്ടിഫൈ ചെയ്തില്ലെങ്കിൽ വിഷ്ണുരാജിന് 10,000 രൂപ ഫൈൻ വരും. എല്ലാ ഡിപ്പാർട്ട്മെന്റും സേവനങ്ങൾ 6 മാസത്തിന് നോട്ടിഫൈ ചെയ്യണം. ഇന്ന സേവനത്തിൽ ഇത്ര ദിവസത്തിനകം കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ തലവനാണ് 10,000 രൂപ ഫൈൻ. പിന്നെ നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്തു, ഇന്ന ദിവസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഒരു അപ്പീൽ അതോറിറ്റി നിങ്ങൾക്ക് സമീപിക്കാം. വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥന് 10,000 രൂപ വരെ ഫൈൻ ഈടാക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുകയാണ്. ഇനി അയാളും വീഴ്ച വരുത്തിയെന്ന് എഴുതാം, അവൻ മുകളിൽ അപ്പീൽ അതോറിറ്റി ഉണ്ട്, അദ്ദേഹത്തിനും ഈ അപ്പീൽ അതോറിറ്റിയും ഫൈൻ ഈടാക്കാം. എന്നാലൊരു പ്രശ്നം ഉണ്ടാവും. ഈ അപ്പീൽ അതോറിറ്റിയുടെ ജൂനിയർ ആയിരിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും വീഴ്ച വരുത്തിയത്. ഇവർ ഒന്നിച്ചാ എന്നും ഊണ് കഴിക്കുന്നു. പിന്നെ ഇയാൾക്ക് വീഴ്ച വരുത്തിയതില്ല, എങ്ങനെ ഫൈൻ ഈടാക്കും? 2012 കേരളം ഒരു നിയമം പാസ്സാക്കി. അതിൽ 500 മുതൽ 5,000 രൂപ ഫൈൻ ഈടാക്കാം. ഞാനപ്പോൾ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി. 2025 ഞാൻ ഈ നിയമം ബില്ല് അവതരിപ്പിക്കുന്നത് വരെ 1 രൂപ പോലും ഇതൊരു ഫൈൻ ഈടാക്കിയിട്ടില്ല. ഞാനൊരു നിയമം കൊണ്ടുപോകുന്നു വ്യവസായ വകുപ്പിൽ, നിയമസഭ പാസ്സാക്കി. നിങ്ങൾക്കൊരു വ്യവസായം തുടങ്ങാൻ, നടത്തിക്കൊണ്ടുപോകാൻ എന്തെങ്കിലും തരത്തിൽ ഗ്രീവൻസ് ഉണ്ടായാൽ ആ ഗ്രീവൻസ് നിങ്ങൾക്ക് ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലുള്ള നിയമ പരിഹാര കമ്മിറ്റിയിൽ സമർപ്പിക്കാം. പരിഹാരം 30 ദിവസത്തിനകം എടുത്തിരിക്കണം.
എടുത്ത തീരുമാനം 15 ദിവസത്തിനുള്ളിൽ ഏത് വകുപ്പിൽ ഉദ്യോഗസ്ഥനാണെങ്കിലും നടപ്പിലാക്കിക്കൊള്ളണം. നടപ്പിലാക്കിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് 10,000 രൂപ വരെ ഫൈൻ ഈടാക്കാം. ഇത് ഞാൻ കൊണ്ടുവന്ന നിയമസഭ പാസ് കൈയടിക്കുന്ന അടിക്കണ്ട. 3 വർഷമായി ഒരു പരാതിയും കിട്ടിയിട്ടില്ല. എന്നാൽ വാട്സപ്പിൽ കിട്ടും, അറിയുന്നില്ല. ഇതാ പ്രശ്നം. ഇതാണ് ഗ്യാപ്പ്. മീഡിയ എന്ത് ചെയ്യുന്നു? അവർ ആ ബഹളം, ഈ ബഹളം, മറ്റു പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. മീഡിയയുടെ പ്രാഥമിക ദൗത്യം എന്താ? വിവരങ്ങൾ കൈമാറുക. അതാണ് ഒരു ബേസിക് റെസ്പോൺസിബിലിറ്റി. അവർ പരസ്യം ഇക്കിളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ പരസ്പരം ഇങ്ങനെയുള്ള വൈരുണ്ടാക്കും, അടിയുണ്ടാക്കും, കൊത്തുകോടികൾ വകുന്നേരിയിരിക്കും. സീരിയൽ കാണുന്നേക്കാൾ രസം ഇപ്പൊ ന്യൂസ് അവർ കാണലാണ്. മറ്റേനുള്ളതിനേക്കാൾ ഏറ്റുമുട്ടലും കരച്ചിലും പിഴിച്ചിലും എല്ലാം എവിടെയാണ്? എരിവും പുളിയും മസാല എല്ലാം എവിടെയാണ്? ഇതാര് പഠിപ്പിക്കും? ഇതാണ് പ്രശ്നം. ഈ നിയമം പാസ്സാക്കിയിട്ട് ഞാൻ 3 വർഷം, ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് എന്റെ ചെയർമാൻ. അദ്ദേഹത്തിനോട് പറഞ്ഞു, ആദ്യത്തെ വരുന്ന പരാതിയിൽ കടുപ്പിച്ച് തന്നെ ചില തീരുമാനം എടുക്കുക. ഒരു മെസ്സേജ് പോട്ടെ. ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ റിവ്യൂ നടത്തി. അപ്പൊ എങ്ങനെയുണ്ട് സാർ? ഒന്നും വന്നിട്ടില്ല പരാതി. ഇത് ഞാൻ പിന്നെ എല്ലാ മീറ്റിങ്ങിലും പറയാൻ തുടങ്ങി, ഇങ്ങനെ സംവിധാനം ഉണ്ട്, നിങ്ങൾ എനിക്ക് വാട്സപ്പ് അയക്കേണ്ട. ഇപ്പൊ എനിക്ക് വാട്സപ്പ് ഒരു പരാതി തരാണ്, കറണ്ട് കണക്ഷൻ കിട്ടിയില്ല, എത്രയായി, ഞാൻ എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കണ്ടാലും എനിക്ക് അധികാരമില്ല. KCBയിൽ അല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയിട്ടില്ല, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കണ്ടാലും ഇത്ര എനിക്ക് അധികാരമുള്ളൂ. കിട്ടിയില്ലെങ്കിലോ എല്ലാ ചീത്തയും വ്യവസായ വകുപ്പിനായിരിക്കും. നമ്മൾ റിസീവിംഗ് എൻഡില്ല. എന്നാൽ ഈ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ ബൈൻഡിങ് ആണ്, ഇറസ്പെക്ടീവ് ഓഫ് വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഷീ ഓർ ഹി ബിലോങ്സ് ടു. ദാറ്റ്സ് ബൈൻഡിങ്. ആ ഡിസിഷൻ ഷുഡ് ബി ഇംപ്ലിമെന്റഡ് വിത്തിൻ 15 days. ഇന്ത്യയിൽ ആദ്യമായി നമ്മളാണ് ഒരു നിയമം പാസ്സാക്കിയത്. നമ്മളാണല്ലോ പ്രബുദ്ധ കേരളം. പക്ഷെ ജനങ്ങൾ എത്ര? ജനാധിപത്യം, ജനങ്ങളാണ് അധികാരികൾ. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും കമ്മ്യൂൺ പോലെയാണ്, കേൾക്കും, നിങ്ങളും അത് പ്രയോഗിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ പുതിയ നിയമം വന്നു. ഇപ്പൊ ഞങ്ങളൊരു പാഠം പഠിച്ചത്, ഇനി പരാതി വന്നാൽ എന്തുകൊണ്ടോ ഫൈൻ ഈടാക്കാത്തത്? എല്ലാവരും ഉദ്യോഗസ്ഥരല്ലേ. അതുകൊണ്ട് ഇപ്പോ നിയമസഭ പാസ്സാക്കിയ നിയമം ഗവർണർ ഒപ്പുവെക്കണം. അവിടെ നിന്ന് എപ്പോഴാണ് കിട്ടാന്നറിയില്ല. ഒപ്പുവെച്ചാൽ അത് നിയമമാകും. ആ നിയമത്തിൽ ഒരു ഇൻഡിപെൻഡന്റ് സർവീസ് കമ്മീഷൻ വരികയാണ്, സേവന അതോറിറ്റി വരികയാണ്. ഗവൺമെന്റ് സർവീസിൽ നിന്നല്ല, സെക്രട്ടറി ലെവലിൽ പ്രവർത്തിച്ച പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഒരു സ്വതന്ത്ര സേവനാവകാശ അധികാരിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനങ്ങൾ റിവ്യൂ ചെയ്യാനും കൃത്യസമയത്ത് തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ ഫൈൻ ഈടാക്കാനും പല്ലും നഖവുമുള്ള ഒരു സ്വതന്ത്ര കമ്മീഷൻ ഈ നിയമത്തിന്റെ ഭാഗമാണ്. പാസ്സാക്കി കഴിഞ്ഞു. ഇനി ഗവർണർ ഒപ്പുവെച്ചാൽ അത് നിയമമായി. അപ്പോ നിങ്ങൾ ഓരോ സർവീസും നിങ്ങളുടെ അവകാശമാണ്, ഔദാര്യമല്ല. പബ്ലിക് സർവന്റ് ആണ്. പലരും കരുതുന്നത് ചെല്ലുന്ന പബ്ലിക് കരുത് ഉദ്യോഗസ്ഥന്റെ സർവന്റ് ആണെന്ന്. അല്ല, പബ്ലിക്കിന്റെ സർവന്റ് അവിടെ ഇരിക്കുന്നത്. പബ്ലിക് സർവന്റ് ആണ്. നമ്മൾ എല്ലാവരും പബ്ലിക് സർവന്റ് ആണ്. അപ്പൊ സേവനം നിങ്ങളുടെ അവകാശമാണ്. അത് വീഴ്ച വരുത്തിയാൽ ശിക്ഷിക്കാനുള്ള അധികാരമുള്ള സ്വതന്ത്ര സംവിധാനത്തെയും ഇപ്പൊ കേരളം രൂപീകരിച്ചു. ഇതാണ് നവകേരളം എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ സാന്ദർഭികം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾ ചിലപ്പോ ജീവിതകാലം പോലും അറിഞ്ഞെന്ന് വരില്ല, ഇങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടായി എന്നുള്ളത്. പിന്നെ നമുക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയല്ലോ. ഇനി നിങ്ങൾക്ക് എന്താ ആവശ്യമായിട്ടുള്ളത്? ഇപ്പൊ പോസ്റ്റൽ സർവീസ് ആണ് നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ അക്സെപ്റ്റബിൾ ആണ്. ഫണ്ട് ആണെങ്കിലും നമുക്ക് വളരെ ചെറിയൊരു പേയ്മെന്റ് ആണ് ഇപ്പൊ വരുന്നത്. അപ്പൊ വ്യവസായ വകുപ്പും നമ്മുടെ പോസ്റ്റൽ സർവീസും കൂടി ക്ലബ് ചെയ്തിട്ട് കുറച്ചും കൂടി സുതാര്യമാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്, നമ്മൾ ഇന്റർനാഷണൽ കൊറിയേഴ്സ് ചെയ്യുമ്പോൾ ഈ പ്രൈവറ്റ് കൊറിയേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് സർവീസ് എത്തും. പോസ്റ്റൽ ആണെങ്കിൽ ഒരു 10 to 15 days വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. അത് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു പ്രൈവറ്റ് സർവീസ് ആണെങ്കിൽ 7,000 രൂപ കൊടുക്കേണ്ട സാധനം പോസ്റ്റലിൽ നമുക്ക് 2,000 രൂപയ്ക്ക് അയച്ചാൽ മതി എന്നിരിക്കുമ്പോഴും ആ ഒരു ടൈം ലിമിറ്റും ഗ്യാപ്പും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള ഇപ്പൊ ഇനി നമ്മുടെ ഫ്യൂച്ചർ ഓൺലൈൻ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇന്റർനാഷണൽ നമ്മൾ കൊറിയേഴ്സ് അയക്കുമ്പോൾ അതിന്റെ ടൈം കുറയ്ക്കുക, അതിന്റെ എക്സ്പെൻസ് കുറയ്ക്കുക, കസ്റ്റമേഴ്സിനെ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഭയങ്കര നല്ല കാര്യമായിരിക്കും. നല്ല കാര്യമാണെങ്കിലും എല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. പോസ്റ്റലാണ് നമ്മളും ചെയ്യുന്നത്. KSOP കേട്ടിട്ടുണ്ടോ? KSOP കേട്ടവരൊന്ന് കൈപോക്കിയേ. KSOP 1, 2, 3, 4. ഇത് ഗവൺമെന്റിന്റെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് KSOP. ഇപ്പൊ നല്ല നല്ല പുതിയ ബ്രാൻഡുകൾ ഞങ്ങൾ ഇറക്കുന്നുണ്ട്. ഈ ഷർട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദിസ് ഇസ് ഖാദി. ഖാദിയുടെ പുതിയ ബ്രാൻഡ് ഷർട്ടാണ് കേരള ഖാദി. കാൻഡെക്സ് പുതിയ ഷർട്ടുകളുണ്ട്, കൊയർ ഉൽപ്പന്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ KSOP വഴി നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്ക് നമ്മൾ MSMEകളെ കൂടി അങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ എത്ര സ്ഥാപനങ്ങളുണ്ട്? 105 സ്ഥാപനങ്ങളുണ്ട്. 105 സ്ഥാപനങ്ങൾ KSOP വഴിയാണ്. പക്ഷെ ഇവരെല്ലാം അറിഞ്ഞിട്ടില്ല. ഇവർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാ.
KSOP അത് നമ്മൾ പോസ്റ്റൽ സർവീസ് ആയിട്ടാണ്. എന്നാൽ മറ്റ് സംവിധാനങ്ങൾ എങ്ങനെ നമുക്ക് റെഗുലേറ്ററി അതോറിറ്റി നമ്മളല്ല എങ്കിൽ പോലും അതൊന്ന് ചർച്ച ചെയ്ത് നോക്കാം എങ്ങനെ കഴിയും. എന്തോ പറയാമെന്നാണ്. അപ്പോൾ മൈക്കൊന്ന് കൊടുത്തു നോക്കി. താങ്ക് യു. ഞാൻ ഓണാട്ടുകരയിൽ നിന്ന് വരികയാണ്. ഓണാട്ടുകര വളരെ പ്രസിദ്ധമാണ്. ഞങ്ങൾ പ്രായമായ കുറച്ച് സ്ത്രീകൾ കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഇതിലേക്ക്, പക്ഷെ അതിന് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ട്രെയിനിങ് അത് നമ്മൾ ട്രെയിനിങ് എവിടെ? ഓണാട്ടുകര. അത് DIC ആരാ അതിന്റെ വരുന്നത്? ഇവിടെ ഉണ്ടോ? ആലപ്പുഴ ഓണാട്ടുകരയിൽ ഇപ്പോ ഒരു ലേഡി ഒരു യൂണിറ്റ് തുടങ്ങിയില്ലേ? എന്താ മുത്തശ്ശിത്തിരിയോ അമ്മത്തിരിയോ ഈ അല്ലേ? ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പൊ നിങ്ങളൊരു പഞ്ചായത്ത് നോക്കിയാൽ ആ പഞ്ചായത്തിൽ എത്ര സ്ത്രീ അവിടെ ഉണ്ടല്ലോ? അതെ നോക്കിയ അതെ ഒരു പഞ്ചായത്ത് നോക്കിയാൽ എത്ര സ്ത്രീകൾ ഉണ്ടാവും? എത്ര നൈറ്റി ആ പഞ്ചായത്തിൽ വിൽക്കപ്പെടുന്നുണ്ട്? വലിയ ടെക്നോളജി ഒന്നും വേണ്ടല്ലോ. ഇതിപ്പോ എവിടെ നിന്ന് വരണേ? 2000 ഒരു റെസ്പോൺസ് ഇതുവരെ ഇല്ല. എത്രയോ അമ്മമാരെ നമുക്ക് ഇതാക്കാന്നറിയാമോ? അതിനകത്തൊരു ഇൻഡസ്ട്രീസ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. കാരണം 5000-6000 രൂപ വരെ ഒരു ഓൾഡ് ഏജ് ഹോമിലെ അമ്മൂമ്മ ഉണ്ടാക്കുന്നുണ്ട്. അതെ, ഇത് നല്ലൊരു രീതിയാണല്ലോ, ഒരു മോഡലാണ്. അവർക്കും ഇതാണ്. ഇനി വേണോ റോ മെറ്റീരിയൽ? നമ്മളിപ്പോ ഞങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് ഈ പകൽ വീട് കൊടുക്കുന്നുണ്ട്. ഖാദിയുടെ വേസ്റ്റ് ആയിട്ട് വരുന്ന തുണി ചെറിയ പേഴ്സ് ഉണ്ടാക്കുക, ചെറിയ കീ ചെയിൻ ഉണ്ടാക്കുക. ഇപ്പൊ ഞങ്ങളും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ വിളക്കത്തിരി വന്നു, അല്ലെങ്കിൽ നൈറ്റി, ഓണാട്ടുകര നൈറ്റി ഒരു ബ്രാൻഡ് ഇറക്കണം. അപ്പോ ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഒന്നും വേണ്ട. ഓണാട്ടുകരക്കാർ ചെല്ലുമ്പോ ഇത് ഓണാട്ടുകരയിൽ ഉണ്ടാക്കിയതാണല്ലേ, ക്വാളിറ്റി ഒന്നും നോക്കുക തന്നെ ഒരു നമ്മുടെ നാടിന്റെ അല്ലേ, ഒരു വാല്യൂ അഡീഷൻ കിട്ടും. ഇതുപോലെ എത്ര മെഴുകുതിരി ഒരു ദിവസം ഒരു പഞ്ചായത്തിൽ കത്തിക്കുന്നുണ്ടാവും. ഞാൻ വയനാടുകാരിലൂടെ വന്നിട്ടില്ലേ? വയനാട് ഒരു സംരംഭം ചെന്നപ്പോ വെളുത്തുള്ളി അടർത്തി അല്ലിയാക്കിയിട്ട് പാക്ക് ചെയ്തു. വേറൊന്നുമില്ല, 3 സ്ത്രീകളാണ്. വേറൊരു സംരംഭം വെളുത്തുള്ളി എന്ന റോ മെറ്റീരിയൽ അത് ഉണക്കി പൊടിച്ചിട്ട് ഗാർലിക് പൗഡർ. വേറൊരു യൂണിറ്റ് വെളുത്തുള്ളി തന്നെ റോ മെറ്റീരിയൽ, അത് ഗാർലിക് പേസ്റ്റ്. അപ്പൊ 5, 4, 9, 3, 12 സ്ത്രീകൾക്ക് തൊഴിലായി. ഇങ്ങനെ ഓരോ പഞ്ചായത്തിലും എന്തെല്ലാം സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ഈ ഇതിന് തുടർച്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യവസായ വകുപ്പ് ഒന്ന് ആലോചിക്കുക. പിന്നെ നമുക്കിപ്പോ ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഇപ്പോ വ്യവസായ വകുപ്പ് 2031 എങ്ങനെയായിരിക്കണം കേരളത്തിലെ വ്യവസായം. ഞങ്ങളൊരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. 2075 വർഷവും കേരളം. അത് 23-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് നമ്മുടെ സെമിനാർ. 10 വർഷം എങ്ങനെ കേരളം മാറി, അടുത്ത വർഷം 5 വർഷം എങ്ങനെയായിരിക്കണം കേരളത്തിന്റെ വ്യവസായം. അതിന്റെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീ സംരംഭകർക്ക് വേണ്ടി മാത്രം ഒരു വ്യവസായ പാർക്ക്. ഞാൻ ഉദ്ദേശിച്ച പിങ്ക് പാർക്ക് എന്നാണ്. ഇപ്പൊ ചിലത് പറഞ്ഞു പിങ്ക് ആയിട്ട് അങ്ങനെ ഞങ്ങളെ കളർ ചെയ്യേണ്ടുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുണ്ട്. എങ്കിലും അങ്ങനെ ഒരു പാർക്ക് കൂടി എന്തായാലും സ്ത്രീ സംരംഭകർക്ക് വേണ്ടി നമുക്ക് ആരംഭിക്കാം. ഓരോ സെക്ടറിനും തുടങ്ങട്ടെ. തുടങ്ങിയപ്പോ സെക്ടർ ബേസ്ഡ് നമുക്കിപ്പോ പാർക്കുകളുണ്ട്. ഫുഡ് പ്രോസസിംഗ് പാർക്ക് ഉണ്ട്, എല്ലായിടത്തും ഫുഡ് പ്രോസസിംഗ് പാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ സ്പൈസ് പ്രോസസിംഗ് പാർക്ക് ഉണ്ട്, ഇലക്ട്രോണിക്സ് പാർക്ക് ഉണ്ട്, പെട്രോ കെമിക്കൽ പാർക്ക് ഉണ്ട്, മെഡിക്കൽ ഡിവൈസ് പാർക്ക് ഉണ്ട്, ലൈഫ് സയൻസിന്റെ 360 പാർക്കുകളുണ്ട്. ആ പാർക്കുകളിൽ സീ ഫുഡ് പ്രോസസിംഗിന്റെ പാലക്കാടുണ്ട്, ഡിഫൻസിന്റെ ഒറ്റപ്പാലത്തുണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പാർക്കുകൾ വരുന്നുണ്ട്. അപ്പോ വുമൻ ഈ ഓണ്ടർപ്രണേഴ്സിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ്ലി അവർക്കുള്ള ഈ പാർക്ക്, അത് റെഡ് കാറ്റഗറി അല്ലാത്ത വ്യവസായങ്ങൾക്കായിരിക്കും. അതിന്റെ മാസ്റ്റർ പ്ലാൻ നമുക്ക് തയ്യാറാക്കാം. കിൻഫ്രയെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തും. അപ്പോ ഈ സംരംഭക സംഗമത്തിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും കുറെ കൂടി ഉയർന്ന തലത്തിലുള്ള സംരംഭകരായി മാറട്ടെ. ഈ മിഷൻ 1000-ൽ നിങ്ങൾ പങ്കുചേരുക. മിഷൻ 10,000-ൽ 1 lakh ആക്കാൻ പറ്റുന്നവർ നോക്കട്ടെ, അതിൽ പങ്കുചേരുക. നിങ്ങൾ കുറെ കൂടി ടേൺ ഓവർ ഉള്ളവരായി മാറുക. മാർക്കറ്റിംഗ് പുതിയ ടെക്നോളജി ഉപയോഗിക്കുക. AI ഉൾപ്പെടെയുള്ള ടെക്നോളജി മാർക്കറ്റിംഗിൽ പ്രധാനമാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, GST റിട്ടേൺ തയ്യാറാക്കാൻ എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ വ്യവസായ വകുപ്പ് എല്ലാ ശനിയാഴ്ചയും, ഞാൻ തീർക്കട്ടെ, എല്ലാ ശനിയാഴ്ചയും എല്ലാ മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ ഫ്രീ ആയിട്ട് സർവീസ് ഉണ്ട്. ICAയുടെ CA-കാരുടെ. അപ്പൊ നിങ്ങൾ ഒരു കാശും കൊടുക്കണ്ട. ആദ്യത്തെ വർഷം GST റിട്ടേൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ചിലപ്പോൾ അറിയില്ല, നിങ്ങൾ ആവേശത്തിൽ ഇറങ്ങിയതാണ്, നന്നായി കച്ചവടം പിടിച്ചു. കുറെ കാലം കഴിയുമ്പോഴായിരിക്കും GSTയുടെ നോട്ടീസ് തരും. അപ്പൊ GST ഒക്കെ അടയ്ക്കണമായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞാൽ പറയാൻ പറ്റില്ല. നിയമം അറിയാത്തത് നിയമം ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല എന്നതാണ് നമ്മുടെ ലോകത്തുള്ള നിയമം എന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നോ? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടെക്നോളജി ഒരു പ്രശ്നം വന്നു, മാനേജ്മെന്റ് പ്രശ്നം വന്നു, മാർക്കറ്റിംഗിന്റെ പ്രശ്നം വന്നു,
ഫിനാൻഷ്യൽ പ്രശ്നം വന്നു. നമുക്ക് MSME ക്ലിനിക്സ് ഉണ്ട് എല്ലാ ജില്ലയിലും MSME ക്ലിനിക്സ് ഉണ്ട്. നിങ്ങൾക്ക് പോകാം. ക്ലിനിക് എന്ന് പറഞ്ഞാൽ രോഗം മൂർച്ഛിച്ച് വെന്റിലേറ്ററിൽ കയറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിംറ്റംസ് കാണുമ്പോൾ തന്നെ എങ്ങനെ ചികിത്സിക്കാം. ഒരു പാനൽ ഓഫ് എക്സ്പെർട്സ് ഉണ്ട്, പാനൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഈ എക്സ്പെർട്ട് വേണോ, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണോ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ റെന്യൂമറേഷൻ ഗവൺമെന്റ് കൊടുക്കും. നിങ്ങൾ ഫ്രീ ആയിട്ട് പോയാൽ മതി. ഒരു തവണ കണ്ടു, പ്രശ്നം പരിഹരിക്കുന്നില്ല, ഒരാൾ കൂടിയും കണ്ടോളൂ. പിന്നെ അത് തന്നെ ചില രോഗികളുണ്ടല്ലോ, എത്ര ഡോക്ടറെ കണ്ടാലും തൃപ്തിയാവില്ല. പരമാവധി 2. അതാണ് MSME ക്ലിനിക് നമ്മൾ സംവിധാനം. നിങ്ങൾ എത്ര പേർ ഇൻഷൂർ ചെയ്തിട്ടുണ്ട്? റേസ് യുവർ ഹാൻഡ്സ്. ഇൻഷുറൻസ് ചെയ്തവരെ? യെസ്. എന്നാലും മഹാഭൂരിപക്ഷം പേര് ഇൻഷൂർ ചെയ്യുന്നില്ല. എന്താ നിങ്ങൾ ഇൻഷൂർ ചെയ്യാത്തത്? പ്രീമിയം പകുതി ഞങ്ങൾ അടച്ചോളാം, പ്രീമിയം പകുതി ഗവൺമെന്റ് അടച്ചോളാം. മുമ്പ് സ്കീം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ സ്കീം തുടങ്ങിയിട്ട് എത്ര ആളായി വിഷ്ണു? സ്കീം തുടങ്ങിയിട്ട് എത്ര ആളായി? ഇൻഷുറൻസ് സ്കീം 2ാമത്തെ വർഷമല്ലേ? ഇൻട്രസ്റ്റ് സബ്വെൻഷൻ 50%, 3 വർഷമായി. ആരും അറിഞ്ഞില്ല. അപ്പൊ കുറച്ചുകൂടിയും വ്യവസായ വകുപ്പ് നിങ്ങളിലേക്ക് എത്തണം അല്ലേ? നിങ്ങൾ എല്ലാവരും എത്തി എന്ന് പറഞ്ഞെങ്കിലും അല്ല, നിങ്ങളൊരു കാര്യം ചെയ്ത് ഇപ്പൊ വന്ന എല്ലാവരെയും കൂട്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. നിങ്ങൾ നമ്പറൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക. വരുന്ന അടുത്ത പ്രീമിയം നോക്കാം. നമുക്കൊരു പൊതു പ്രൊസീജിയർ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ തീർക്കട്ടെ, നിങ്ങൾ ഇത് പോയിന്റുകൾ തീർക്കട്ടെ. ഇൻഷുറൻസ് ആണോ? വിഷയം മാറിപ്പോയില്ലേ? വെയിറ്റ്. അപ്പോ ഈ ഗവൺമെന്റ് സ്കീമാണ്. വലിയ ഇൻഷുറൻസ് അല്ല കേട്ടോ, മാക്സിമം 10 lakhs അല്ലേ? ആരാ ഇൻഷുറൻസ് നോക്കുന്ന? കൃപ. എത്ര? 5,000 പ്രീമിയം നമ്മൾ അടയ്ക്കും അല്ലേ? അപ്പൊ ചെറിയ യൂണിറ്റുകൾക്കൊക്കെ അത് മതി. ഇപ്പോ വലിയ യൂണിറ്റുകൾക്ക് പറ്റിയെന്നാ പറഞ്ഞു, ചെറിയ യൂണിറ്റുകൾ നാനോ. ഇപ്പോ ഈ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ താലൂക്ക് അദാലത്തിൽ ഇരിക്കുമ്പോൾ MSMEകൾക്ക് കേന്ദ്ര മാനദണ്ഡത്തിൽ ഒന്നും കിട്ടില്ല. ദുരിതാശ്വാസ നിയമം അനുസരിച്ച് MSMEകൾക്ക് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് എല്ലാം ഏറ്റെടുക്കാൻ പറ്റുമോ? ജനങ്ങളുടെ നികുതി തന്നെയല്ലേ ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇൻഷൂർ ചെയ്യുക. ചെറിയ യൂണിറ്റുകളെല്ലാം ഇൻഷൂർ ചെയ്യുക. അത് ഈ പ്രീമിയം ഗവൺമെന്റ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ആയിട്ട് നൽകും. അത് നിങ്ങൾ ഉപയോഗിക്കുക. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? എല്ലാവർക്കും ബാധകമാണ്. അതിൽ എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, നമ്മുടെ SYB IYB എന്ന 2 കോഴ്സുകൾ നമുക്ക് വ്യവസായ വകുപ്പ് വഴി കിട്ടുന്നുണ്ട്. അത് 18നും 45 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഞാനത് ക്യാഷ് കൊടുത്തിട്ടാണ് PD ILO ഐസക് സാറിന്റെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ എനിക്ക് അവിടെ തോന്നിയതാണ് ഈ സ്റ്റാർട്ട് യുവർ ബിസിനസ് SYB, ഇംപ്രൂവ് യുവർ ബിസിനസ് IYB, ഈ 2 കോഴ്സ് നമുക്ക് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം കുടുംബശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീയിലേക്ക് ഈ സകല ക്ലാസ് ട്രെയിനിങ് സ്കീം ഇത് ഒന്ന് എത്തിക്കാൻ അവർക്ക്, ഇവിടെ വന്നവർക്ക് കുടുംബശ്രീപ്പെട്ട ആർക്കും മിക്കവർക്കും ഇതൊന്നും അറിയില്ല, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് കുടുംബശ്രീ വഴി ഈ ഒരു ട്രെയിനിങ് അവർക്ക് ഇപ്പം 45 വയസ്സിന് മേലെ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ലല്ലോ ക്ലാസ്. അപ്പൊ കുടുംബശ്രീ സംഘടന വഴി ഈ 2 ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഈ വിലയുടെ കാര്യം എല്ലാം അതിൽ വരുന്നുണ്ട്. കുടുംബശ്രീയായിട്ട് സംസാരിക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് കുറെ കൂടി ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഇനിയില്ല. നിങ്ങൾക്ക് തന്നാൽ ബാക്കി എല്ലാവർക്കും കൊടുക്കേണ്ടത്. നിങ്ങളിത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവര് ഇത് ഇപ്പൊ ഇല്ല. ഞാൻ നിങ്ങൾക്ക് തന്നാൽ ഒരു സംശയം മാത്രം. അല്ല, നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ തന്നു. ഒറ്റ സംശയം. രാജീവ് സാർ ഇപ്പൊ പറഞ്ഞു, ഒത്തിരി നല്ല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പക്ഷെ ഇത് പലരിലേക്കും എത്തുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ ഞാനൊരു സംരംഭക തന്നെയാണ്, അത് അഭിമാനത്തോടു കൂടി പറയുകയാണ്. എനിക്ക് ആദ്യം നന്ദി പറയേണ്ടത് ഹരികൃഷ്ണൻ സാറിനോടാണ്. KSIDCയുടെ 3.5 കോടി രൂപ ലോൺ എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ സംരംഭം തുടങ്ങി. നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. ഞാൻ ഇത് ഒരു 6 മാസത്തോളം ഇപ്പൊ തിരിച്ചടയ്ക്കുന്നുമുണ്ട്. അത്രയും ഭംഗിയായിട്ട് നടക്കുന്ന ഒരു ഫാമാണ് എന്റെ പർദീസ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞ ഒരു ഫാമാണ്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്കി നിങ്ങൾ എഴുതി തന്നാൽ മതി. ഓരോരുത്തരുടെ ഫാമും ഓരോരുത്തരുടെ സ്ഥാപനങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ തീരുമാനിച്ച നമുക്ക് സമയം കിട്ടില്ല. ഇത് കഴിഞ്ഞ് എഴുതി തന്നോളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം ഇനി ഒരാൾക്ക് ഞാൻ കൊടുത്താൽ അവിടെ 5-6 പേര് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ തുല്യമായി നീതി പാലിക്കാൻ പറ്റില്ല. ഞാൻ ലാസ്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇപ്പൊ 1:08 ഏകദേശം 1 മണിക്കൂറോളം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മിക്കവാറും കാര്യങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ സെഷൻ തുടങ്ങും. നിങ്ങൾക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവിടെയുണ്ട്, ഡയറക്ടർ ഇൻഡസ്ട്രീസ് ഉണ്ട്, KSIDC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഉണ്ട്, അതുപോലെ OSD ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മറുപടി നൽകും. എന്തായാലും
നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെച്ചു. അടുത്ത തവണ കാണുമ്പോൾ കുറെ കൂടി വലിയ സംരംഭകരായി രാജ്യമാകെ അറിയപ്പെടുന്നവരായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.